ചെയ്യട്ടെ. അലൈക്കും ബിസ്സൂഖ്. മദീനയിലെത്തിയപ്പോൾ പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത് 4 കാര്യങ്ങളാണ്. പറഞ്ഞത് 4 എണ്ണമാണ്. അതിൽ 4-മത്തേത് അലൈക്കും ബിസ്സൂഖ്. നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകണം, കച്ചവടം ചെയ്യണം. ലാ തദഊഹാ ലിൽ യഹൂദ്. ജൂതന്മാർ മാത്രമാണ് മദീനയിൽ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്. അത് അവരുടെ കുത്തകയായി മാത്രം മാറിപ്പോകരുത്. സത്യസന്ധരായ കച്ചവടക്കാർ, മുസ്ലിമീങ്ങൾ അവിടെ കച്ചവടം ചെയ്യണം, ജനങ്ങൾക്ക് നല്ല സാധനങ്ങൾ വിൽക്കണം എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കച്ചവടം ഒരു ബറക്കത്തുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസുദ്ദീൻ ഹാജി അടക്കം നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ അറബിച്ച ഇവിടെ വന്നിട്ടുണ്ടോ? പോയി. അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രവർത്തകർ, പ്രവാസികളും നാട്ടിലുമുള്ള ആളുകളൊക്കെ അവരൊക്കെ ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ദീനിനും അതുപോലെ തന്നെ നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആയിരക്കുകയാണ്. കച്ചവടം ഹബീബായ നബി തങ്ങൾ ചെയ്ത ഒരു ജോലിയാണ്. തങ്ങൾ കച്ചവടം ചെയ്തു. തങ്ങൾ നുബുവത്തിന് മുമ്പ് ചെയ്ത ജോലി 2 എണ്ണമാണ്. ഒന്ന്, ആടുമാടുകളെ മേച്ചു നടന്നിരുന്നു. 2-മത്തേത് കച്ചവടമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടക സംഘവുമായി സിറിയയിലേക്ക് പോയ ആ ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്നല്ല, കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മദീനയിൽ വിലക്കൂടുതലുണ്ട് എന്നൊരഭിപ്രായം വന്ന നേരം അവർ പറഞ്ഞു, സഅ്ഇർ ലനാ യാ റസൂലല്ലാഹ്, പുണ്യനബിയെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങാടിയിലെ മാർക്കറ്റ് നിങ്ങൾ പ്രൈസസ് ലോക്ക് ചെയ്യണം. ഇത്ര ശതമാനം ലാഭത്തിനെ വിൽക്കാവൂ എന്ന് പറയണം. സത്യത്തിൽ അങ്ങനെയില്ല. കച്ചവടക്കാർക്ക് അവർക്ക് സൗകര്യമുള്ള ലാഭത്തിൽ വിൽക്കാനൊരു സ്വാതന്ത്ര്യമുണ്ട്. പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവശ്യ സാധനം, അരി, ഗോതമ്പ്, ജനങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ കിട്ടാതെ വരികയും അത് പൂഴ്ത്തിവെപ്പ് അല്ലെങ്കിൽ കൊള്ളലാഭത്തിന് വിൽക്കുകയും ചെയ്യുന്നത് ഇഹ്തികാർ, അത് ചെയ്യാൻ പാടില്ല. അത് ഹറാമാണ്. ജനങ്ങളുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ അതൊരിക്കലും വില കൂടി വിൽക്കരുത്, പ്രത്യേകിച്ച് അതിൻ്റെ ലഭ്യത കുറയുന്ന സമയത്ത്. അല്ലാത്ത സാധനം 10 രൂപേണ്ടത് ഒരാൾ ഇവിടെ 100 രൂപയ്ക്ക് വിൽക്കുന്നു, ഒരാൾ ആ 10 തന്നെ 20-ന് വിൽക്കുന്നു, വേറെ ഒരാൾ 11-ന് വിൽക്കുന്നു, വേറൊരാൾ 500-ന് വിൽക്കുന്നു. കസ്റ്റമറുടെ സ്വാതന്ത്ര്യമാണ്. വേണമെങ്കിൽ ഈ അടുത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കാം. പക്ഷെ ഇത്രയേ ലാഭം എന്ന് ലാഭത്തിനൊരു നിയന്ത്രണം ശറഇലില്ല. ഇത്രയേ ലാഭം വാങ്ങിക്കാവൂ, അങ്ങനെയല്ല. കച്ചവടക്കാർക്ക് ലാഭം, അവർക്ക് ഇഷ്ടമുള്ള ലാഭത്തിന് വിൽക്കാം. കസ്റ്റമർ എന്ത് ചെയ്യണം? അവർക്ക് ബുദ്ധി വേണം. ഞാൻ ഇവിടെ നിന്ന് വാങ്ങണോ, അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിക്കണോ, ഇവിടെ പോയിട്ട് വാങ്ങണോ? അവശ്യ സാധനങ്ങൾക്ക് ലഭ്യതയില്ലാതെ വരുമ്പോൾ വില കൂട്ടാൻ പാടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ മദീനക്കാരവരോട്, ഹബീബായ തങ്ങളോട്, യാ റസൂലല്ലാഹ് സഅ്ഇർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി നബിയെ മദീനയിലെ അങ്ങാടിയിൽ കച്ചവടക്കാരോട് അങ്ങ് വിലയൊന്ന് നിർത്തിവെക്കാൻ പറയണം, കൂടുതൽ വാങ്ങിക്കരുത് എന്ന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇറുൽ ഖാബിദുൽ ബാസിതുർ റസ്സാഖ്. വില നിശ്ചയിക്കുന്നവൻ അല്ലാഹുവാണ്. അൽ ഖാബിദുൽ ബാസിത്, നിഅമത്തുകളെ പിടിച്ചു വെക്കുന്നതും നിഅമത്തുകളെ ഓപ്പൺ ചെയ്തു തരുന്നതും അർ-റാസിഖു, റിസ്ക് നൽകുന്നതും അല്ലാഹുവാണ്. അതുകൊണ്ട് കച്ചവടക്കാരോട് വില നിയന്ത്രിക്കണം അല്ലെങ്കിൽ ലാഭം നിയന്ത്രിക്കണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. വഇന്നീ ലഅർജൂ അൻ അൽഖാ റബ്ബീ, നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, വലൈസ അഹദും മിൻകും യത്ലുബുനി ബിമദ്ലമത്തിൻ ഫീ ദമിൻ വലാ മാലിൻ, നിങ്ങളിൽ ആരോടും ഒരാളോട് പോലും സാമ്പത്തികമായൊരു ഇടപാടോ രക്തപരമായൊരു ഇടപാടോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കച്ചവടക്കാരോട് നിങ്ങൾ ലാഭം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ
ആ കച്ചവടക്കാർ നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞേക്കും, റബ്ബേ നിന്റെ റസൂല് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭമെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് കച്ചവടക്കാർ പരാതി പറഞ്ഞാലോ? അതുകൊണ്ട് എനിക്ക് അവിടെ വില നിയന്ത്രണം കൊണ്ടുവരണം എന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പരിധിയിലുള്ള കാര്യമല്ല. ഇന്നല്ലാഹ ഹുവൽ മുസഇറുൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖ്. അല്ലാഹുവാണ് റിസ്ക് നൽകുന്നത്, ജീവിതത്തിൽ സങ്കുചിതത്വവും വിശാലതയും തരുന്നതും അല്ലാഹു തന്നെയാണ്. ജീവിതത്തിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വരുന്ന സമയമുണ്ട്, കയ്യിൽ ഒന്നുമില്ലാതെ നമ്മൾ വിഷമിച്ചു പോകുന്ന സമയമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അള്ളാഹു വിശാലമാക്കി തരുന്ന നേരമുണ്ട്. ഖാബിദും ബാസിത്തും അള്ളാഹുവാണ്, റാസിഖ് അള്ളാഹു ജല്ല ജലാലുവാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനോട് പോലും, അത് കച്ചവടക്കാരോടാണെങ്കിൽ പോലും അനീതി ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അത് മദുലമത്താണ്, ദുൽമ് ചെയ്യലാണ്, അതിക്രമം ചെയ്യലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വില വർദ്ധിക്കാൻ കാരണങ്ങളായി പറയുന്നത് ഇദാ മനഉ സകാത്ത് കൊടുക്കാതിരുന്നാൽ, ജനങ്ങൾ സകാത്ത് പിടിച്ചു വെക്കാൻ തുടങ്ങിയാൽ, പിന്നെ പറഞ്ഞു വതആമലു ബിർറിബ, ജനങ്ങൾ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങാടികളിൽ വിലക്കയറ്റമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമുനിഅൽ ഖത്ർ, ആകാശത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം വരുന്നതും നിന്നുപോകും എന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെയാണ്. സകാത്ത് കൊടുക്കേണ്ട ആളുകൾ സകാത്ത് കൊടുക്കണം. പലിശ ഇടപാടുകൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറി വരും. നിരന്തരം ചില കാര്യങ്ങളൊക്കെ സുലഭമായി നടക്കുമ്പോൾ ആളുകൾ വിചാരിക്കും അത് ഹലാലാണല്ലോ എന്ന് വിചാരിക്കും. പലതും അങ്ങനെയാണ്. ഒരുപാട് പലിശ ഇടപാടുകൾ ജനങ്ങൾ ഹലാലാക്കി മാറ്റുന്നതുണ്ട്. സത്യത്തിൽ ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ അത് നിഷിദ്ധമാണ്. സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പല പോളിസികളും അങ്ങനെയാണ്. ഇൻഷുറൻസ് അടക്കമുള്ള പല കാര്യങ്ങളിലും ശരീഅത്തിന്റെ വളരെ കർക്കശമായ നിലപാടുകളുണ്ട്. അത് ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. ജനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും എഡ്യൂക്കേഷൻ ലോൺ, ട്രാവൽ ലോൺ, ബിസിനസ് ലോൺ, ഹോം ലോൺ, ഹൗസ് ലോൺ, ഗോൾഡ് ലോൺ, ഇങ്ങനെ ഏതിനും പലിശയുമായി ജനങ്ങൾ ഇടപെടുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് പലിശ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാതെ ജീവിത ചെലവുകൾ കുറക്കാൻ കഴിയില്ല എന്ന വലിയൊരു പാഠം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഇർ ലനാ യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ കച്ചവടക്കാരോട് നിങ്ങൾ വില നിയന്ത്രിക്കാൻ പറയണം. ഇന്നല്ലാഹ ഹുവൽ മുസഇർ, വില നിയന്ത്രിക്കുന്നത്, വിലകൾ നിയന്ത്രിക്കുന്നത്, വിലയിടുന്നത്, വില നിർണയിക്കാൻ കച്ചവടക്കാരുടെ മനസ്സിലോ ഗവൺമെൻറ്റിൻ്റെ മനസ്സിലോ ഉദ്യോഗസ്ഥരുടെ മനസ്സിലോ അവർ ചർച്ച ചെയ്യുന്ന ടേബിളിൻ്റെ മുന്നിലോ ആ ആശയം ഇട്ടുകൊടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട്. അൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖ്, ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്, റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. മനുഷ്യരുടെ പലരുടെയും കൈകളിലൂടെയായി റിസ്ക് എന്നത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായതെല്ലാം. അത് കാശായിരിക്കാം, സൗഹൃദ ബന്ധങ്ങളായിരിക്കാം, കുടുംബമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ഇൽമ്, ഇതെല്ലാം റിസ്ഖാണ്. എല്ലാ റിസ്ഖും നൽകുന്നത് അല്ലാഹുവാണ്. ഹുവർ റാസിഖു, അല്ലാഹുവാണ് റിസ്ഖ് നൽകുന്നത്. അൽ ബാസിത്ത്, വിശാലത നൽകുന്നതും അല്ലാഹുവാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോൾ 4 ദിർഹം കയ്യിൽ വെച്ച് കൊണ്ടുവന്നു. 4 ദിർഹം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, 4 ദിർഹം കൊണ്ട് എങ്ങനെ കച്ചവടം ചെയ്യാനാണ്? ഞങ്ങൾ മക്കക്കാരല്ലയോ നബിയെ, സമ്പാദ്യം മുഴുവനും മക്കയിലാണ്.
മദീനയിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് വന്ന മുഹാജിറുകളല്ലയോ നബിയെ, ഞങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്യണം? എങ്ങനെ കച്ചവടം ചെയ്യാനാണ്? ഇൻവെസ്റ്റ്മെന്റിന് ക്യാപിറ്റൽ വേണ്ടേ, സമ്പത്ത് വേണ്ടേ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഉബ്സുത് യദക, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിക്കേ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പരിശുദ്ധമായ നുബുവത്തിന്റെ കരം ഖുതുബ കേൾക്കാൻ ഇരുന്നിരുന്ന സ്വഹാബിമാരിൽ വലിയൊരു വിഭാഗം ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയോടി. നബിയെ, കച്ചവടം കാണുമ്പോൾ അങ്ങയുടെ അനുയായികൾ ഓടിപ്പോയോ? വതറകൂക ഖായിമാ, നബിയെ അങ്ങ് മിമ്പറിൽ ഒറ്റക്കായി പോയല്ലേ നബിയെ? ഖുൽ പറയണം, മാ ഇൻദല്ലാഹി ഖൈറുൻ മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. കച്ചവടത്തെക്കാളും ഖൈറായത് അല്ലാഹുവിന് നൽകാൻ കഴിയും. ജുമുഅയുടെ ഖുതുബ അതിനേക്കാളും വലുതാണ്, ഇബാദത്ത് അതിനേക്കാളും വലുതാണ് എന്ന് ഉമ്മത്തികളെ പറഞ്ഞു കൊടുക്കണേ നബിയെ. കച്ചവടമല്ല വലുത്, കച്ചവടത്തെക്കാളും വലുത് ഇബാദത്താണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. വിശുദ്ധമായ മസ്ജിദുകളിൽ അല്ലാഹുവിന്റെ ഇബാദത്തിനിരിക്കുന്ന സജ്ജനങ്ങളുടെ വിശേഷണങ്ങൾ അല്ലാഹു സൂറത്തുൻ നൂറിൽ പറയുന്നിടത്ത്, റിജാലുൻ, ഒരു വിഭാഗം പുരുഷന്മാർ അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ നിലകൊള്ളുന്നവരാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടമോ വിൽപ്പനയോ ഇബാദത്തിന് തടസ്സമല്ല അവർക്ക്. അങ്ങനത്തെ കച്ചവടക്കാർ, അതുകൊണ്ടാ പറഞ്ഞത് അത്താജിറുസ് സദൂഖ്, സത്യസന്ധരായ കച്ചവടക്കാർ നാളെ മഅൻ നബിയീൻ, പ്രവാചകന്മാരുടെ കൂടെയാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. എത്ര അല്ലാഹു നമ്മുടെ കച്ചവടക്കാർക്ക് അതിന്റെ ഭാഗ്യം നൽകട്ടെ. അങ്ങാടികൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടാൻ കാരണം, ഇന്ന ശർറൽ ബിഖാഹ്, അല്ലാഹുവിന്റെ ഭൂമികളിലെ ഏറ്റവും ഷർറായ, ഏറ്റവും ദുഷിച്ച സ്ഥലങ്ങൾ ഏതാണ്? ജിബ്രീലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല ഖൈറുൽ ബിഖാഅ് മസ്ജിദുകളാണ്. ഖൈറുൽ ബിഖാ, അല്ലാഹുവിന്റെ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ മസ്ജിദുകളാണത്രേ, അല്ലാഹുവിന്റെ മസ്ജിദുകളാണ്. ശർറുൽ ബിഖാ, ഏറ്റവും മോശപ്പെട്ടത് അസ്വാഖുഹാ. ദഅനി അസ്അലുൽ അലിയ്യൽ ഖദീർ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എല്ലാം അറിയുന്ന അല്ലാഹുവിനോട് ഞാൻ ചോദിക്കട്ടെ എന്താണ് അതിന്റെ ഉത്തരമെന്ന്. അങ്ങാടികളെ കുറിച്ച് പറഞ്ഞു. അങ്ങാടികൾ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഷർറായ സ്ഥലങ്ങളാണ്. നമ്മളാണെങ്കിലോ ഷോപ്പിംഗ് മാളുകളിലേക്ക് ഓടും അല്ലേ, അങ്ങാടികളിലേക്ക് ഓടുന്നു, മാർക്കറ്റുകളിലേക്ക് ഓടും, ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോകാം. വെറുതെ ഒരു ഹാങ് ഔട്ടിന് പോകരുതെന്നായി പറയുന്നത്. എന്തേ കാരണം പറഞ്ഞെന്നറിയോ? അങ്ങാടികളിലാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവന്നിട്ട് ഒറിജിനലാന്ന് പറയും. ഈ സാധനത്തിന് ഇത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറയും. ഇതിന് ഇത്രയാണ് എനിക്ക് മുതൽ, എനിക്ക് ഇത്ര ഇതിന് മുതലുണ്ട്, അതുകൊണ്ട് ലാഭം ഇത്രയുള്ളൂ, പിന്നെ കരണ്ടും വെള്ളമൊക്കെ കൊടുക്കണ്ടേ എന്ന് പറയും. ആ പറയുന്ന നുണയായിരിക്കും, ഇല്ലാത്ത കണക്കായിരിക്കും പറയുന്നുണ്ടാവുക. അള്ളാനെയാണ് സത്യം എന്ന് പറഞ്ഞ് നുണ പറയും. ഇതൊക്കെ നടക്കപ്പെടുന്ന സ്ഥലമാകയാൽ അങ്ങാടികളെ അള്ളാഹുവിന്റെ വെറുപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അങ്ങാടിയിലേക്ക് കയറുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യന് 10 ലക്ഷം ഹസനത്തുകൾ അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടി കയറുമ്പോൾ, ഒരു ഷോപ്പ് കയറുമ്പോൾ
കയറിയിട്ട് ചെല്ലണമെന്നില്ല, കയറുന്നതിന് മുമ്പ് അങ്ങ് ചൊല്ലിക്കയറ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു. എന്നിട്ട് ബാക്കി ഒന്ന് ചെറിയ മാറ്റമുണ്ട്. യുഹ്യി വയുമീതു കണ്ട് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒറ്റ തവണ ചൊല്ലിയാൽ 10 ലക്ഷം കൂലിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവര് പറയാൻ, അങ്ങാടിയിൽ കയറുമ്പോഴല്ലേ ഈ ദിക്ർ ചൊല്ലാൻ പറ്റുള്ളൂ. ആ ദിക്ർ ചൊല്ലി 10 ലക്ഷം കൂലി വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളൊക്കെ മദീനയിൽ അങ്ങാടിയിൽ കയറിയിട്ട് പോരും, ഒന്നും വാങ്ങിക്കാനല്ല, ആ ദിക്ർ ചൊല്ലിയ കൂലി കിട്ടാൻ. ഷോപ്പിംഗ് മോളിലൊക്കെ കയറുമ്പോൾ ഈ ദിക്ർക്ക് ഓർമ്മ വരാൻ സാധ്യത ഉണ്ടോ? എവിടെ ഓർമ്മ വരാനല്ലേ? തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തടുത്ത് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടികൾ അടുത്തു വരും. തഖാറുബ്, അടുത്തടുത്ത് സിറ്റികൾ വരും, അടുത്തടുത്ത് ടൗണുകൾ വരും, മുക്കിലും മൂലയിലും ഷോപ്പുകൾ. അത് മാത്രമല്ല, ആമസോൺ, നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകളിൽ ഇന്റർനാഷണൽ ഷോപ്പുകളുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലേക്ക് എത്തുന്നു. ഓരോരുത്തരുടെയും കൈകളിൽ ഷോപ്പിംഗ് മാളുകളാ കയ്യിലുള്ളത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഹബീബായി തങ്ങളെന്ന് പറഞ്ഞു. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്ന കാലം. അന്ന് മക്ക കഴിഞ്ഞാൽ അടുത്ത അങ്ങാടി കിട്ടണമെങ്കിൽ മിനിമം ത്വായിഫിലെത്തണം 60 കിലോമീറ്റർ. പിന്നെ അടുത്ത സിറ്റി കിട്ടണമെങ്കിൽ വടക്കോട്ട്, വടക്ക് പടിഞ്ഞാറ് മദീനയിലെത്തണം 500 കിലോമീറ്റർ. അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴോട്ട് ജിസാനിലേക്ക് പോകണം, ഈസ്റ്റിലേക്ക്. പക്ഷേ ഇന്ന് അങ്ങാടികൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തഖാറുബുൽ അസ്വാഖ് അതൊരു നല്ല പ്രവണതയുടെ ലക്ഷണമല്ലെന്നാണ് ഹദീസിന്റെ ഭാഷ്യം. നമ്മുടെ വിഷയം സഅിർ ലനാ യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ കച്ചവടക്കാരുടെ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ തങ്ങൾ തയ്യാറാവാതിരിക്കാൻ കാരണം പറഞ്ഞത്, കച്ചവടം ചെയ്യുന്നവരോട് ഞാൻ അനീതി ചെയ്യലാവുമത്. കാരണം പൂഴ്ത്തിവെപ്പോ കരിഞ്ചന്തയോ അല്ല അവർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട്, ആ വിലകൾ നിയന്ത്രിക്കണം നബിയെ എന്നാണ് തങ്ങളോട് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നബി തങ്ങൾ സമ്മതിച്ചില്ല. അതിന് കാരണം പറഞ്ഞത് അതാണ്. അല്ലാഹു ഹുവൽ മുസഅ്ഇർ, ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇറുൽ ഖാബിദുൽ ബാസിതുർ റാസിഖ്. അല്ലാഹു റാസിഖാണ്, റിസ്ക് നൽകുന്നത് അല്ലാഹുവാണ്. വഇന്നീ ലഅർജൂ അന്നൽഖാ റബ്ബി, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നാളെ കടന്നു ചെല്ലുമ്പോൾ, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം, ഭയാനകമായ ഒരു ചോദ്യം ചെയ്യലിനെ നേരിടുന്ന ഒരു ദിവസം. വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളിൽ ഓരോരുത്തരോടും അല്ലാഹു നാളെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും നേരിട്ട് സംസാരിക്കുമെന്നും, നിങ്ങൾക്കും അല്ലാഹുവിനും ഇടയിൽ ഒരു വിവർത്തകനില്ലാതെ, ഒരു തർജ്ജമക്കാരനില്ലാതെ, ഒരു ഇടനിലക്കാരനില്ലാതെ ഓരോരുത്തരോടും ഓരോ മനുഷ്യനോടും അല്ലാഹു നേരിട്ട് സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദ്യത്തിന്റെ ഒരു നേരത്തേക്ക് ഉത്തരം കണ്ടുവെക്കണമേ എന്ന് ഹബീബായ നബി തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ജീവിതം ഈ ഓർമ്മപ്പെടുത്തലാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ, വലൈസ അഹദും മിൻകും യതുലുബുനി ബിമദ്ലമ, നിങ്ങളിൽ ആരും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് റബ്ബേ ഈ നബി എന്നോട് അനീതി ചെയ്തു എന്ന് എന്നോട് ഒരു അനീതിയുടെ പരാതി പറയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഫീ ദമിൻ, ഒരാളെ അടിച്ചുവെന്നോ, ഒരാളെ പ്രഹരിച്ചുവെന്നോ, ഒരാളെ വധിച്ചുവെന്നോ, ഒരാളുടെ ചോര ചിന്തിയെന്നോ, ഒരാളെ വേദനിപ്പിച്ചുവെന്നോ ഒരാളും എൻ്റെ റസൂൽ എന്നെ ഉപദ്രവിച്ചുവെന്ന് എൻ്റെ റബ്ബിനോട് പറയരുത്
അങ്ങനെ അള്ളാഹുവിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലാ മാലിൻ, സമ്പത്തിന്റെ വിഷയത്തിലോ ഒരാളും എൻ്റെ മുമ്പിൽ വരരുത്. അള്ളാഹുവിനോട് വന്ന് പരാതി പറയരുത്, നബി തങ്ങൾ എനിക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ വെച്ച് ആരും എന്നെപ്പറ്റി പരാതി പറയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ വിഷയത്തിൽ കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ലമത്ത് അൽദുൽമു ദുലുമാതുൻ യൗമൽ ഖിയാമ. അനീതി എന്നത് പലവിധമാണ്. അനീതി നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇരുട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മനുഷ്യൻ സംഹുൻ ഇദാ ബാഅ വസംഹുൻ ഇദാ ഇശ്തറാ. വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും മാന്യമായി പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടാക്കാതെ കച്ചവടം ചെയ്യുന്നവരും ബുദ്ധിമുട്ടാക്കാതെ വാങ്ങിക്കുന്നവരുമാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ലവരെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇബ്താഅ വസംഹൻ ഇദാ ഇശ്തറാ. വാങ്ങിക്കുമ്പോൾ പ്രയാസപ്പെടുത്തരുത്. എങ്ങനെ? ഒരാൾ വന്നിട്ട് ഒരു കസ്റ്റമർ വന്ന് ഒരു കച്ചവടക്കാരനോട് 10-15 മിനിറ്റ് ഒക്കെ സംസാരിച്ച് എന്നാ ഞാൻ നാളെ വരട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാ. അതാ കച്ചവടക്കാരന്റെ സമയം നഷ്ടപ്പെടുത്തരാ. വാങ്ങിക്കാൻ ഉദ്ദേശമല്ല, ഇതെത്രയാ, ഇതിനെത്രയാ, ഇതെന്താ, അതങ്ങനെയാ, വേറെ കളറുണ്ടോ, വേറെ കമ്പനി ഉണ്ടോ, ഇതൊക്കെ നോക്കി ആ സാധു താഴെന്നും മേലെന്നും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് തന്ന് പറഞ്ഞു വേറൊക്കെ പറഞ്ഞ് എന്നാ പിന്നെ ഞാൻ വരട്ടോ. എന്തിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ സമയമല്ലേ കളയുന്നത്? അയാൾക്ക് ആ നേരം കൊണ്ട് വേറെ എന്തെല്ലാം പണി ചെയ്യാൻ, വേറെ എത്ര കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റും? അയാൾ ശപിക്കൂലേ, ഈ മനുഷ്യൻ എന്റെ സമയം വെറുതെ കളഞ്ഞല്ലോ? അങ്ങനെ ചെയ്യരുത്. കച്ചവടക്കാരും അങ്ങനെയാണ്, കസ്റ്റമറോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ്. സംഹൻ ഇദാ ബാഅ, കച്ചവടം ചെയ്യുമ്പോൾ വളരെ പുഞ്ചിരിച്ചും സ്നേഹത്തോടെയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കച്ചവടം എന്നത് ഇബാദത്താണ്. കച്ചവടം ഒരു ഇബാദത്താണ്. കച്ചവടം ജനങ്ങൾക്ക് സേവനം ചെയ്യലാണ്. ജനങ്ങളുടെ അവശ്യ സാധനങ്ങളെ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് സൗകര്യം ചെയ്തു കൊടുക്കലാണ്. അങ്ങനത്തെ ഒരു സംവിധാനമാണ് കച്ചവടം. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാവരുത്. കച്ചവടക്കാർ മുഴുവനും ഞങ്ങൾ ജനസേവനം കൂടിയാണ് ചെയ്യുന്നത് എന്ന് നിയ്യത്ത് വെച്ചാൽ അതിന് കൂലി കിട്ടും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ കച്ചവടക്കാരോട് എപ്പോഴും പറയാറുണ്ടത്, അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ ഒരു ത്വരീഖത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള 2 മഹാന്മാരാ ഉള്ളത്. ഉസ്താദിൽ നിന്ന് നേരിട്ട് അതിന്റെ ഖിലാഫത്ത് വാങ്ങിക്കുകയും ബൈഅത്ത് കൊടുക്കാൻ അധികാരവുമുള്ള 2 മഹാന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ബഹുമാന്യരായ ബാഅലവി പുക്കോയ് തങ്ങളവറുകൾ, പിന്നെ മഹാനായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ്. ഈ 2 മഹാന്മാരെയാണ് അത്തിപ്പറ്റ ഉസ്താദ് ആ ദൗത്യം ഏൽപ്പിച്ചു പോയത്. ബഹാഉദ്ദീൻ ഉസ്താദിനെ അറിയാത്തവരുണ്ടാവും. ഉസ്താദിന് ഇങ്ങനെ ഒരു ആത്മീയ സരണിയുടെ ഉത്തരവാദിത്വം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഞാൻ പറയുന്നത്, ബാലിവിത്തങ്ങള് ഇതേപോലെ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ തങ്ങള് കച്ചവടക്കാരെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് പറയായിരുന്നു എന്ന് പറയും, കച്ചവടക്കാർ വെറും ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയായിട്ട് ഇതിനെ കാണരുത്, നിങ്ങൾ ഇതൊരു സേവനമായി നിയ്യത്ത് ചെയ്യണം, എന്നാൽ ഇതിന് കൂലി കിട്ടും. കച്ചവടം ഒരു സേവനമാണ്, അങ്ങനെയാവണം. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥകൾ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്, കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. 2 പേരും ശ്രദ്ധിക്കണം. സംഹൻ ഇദാ ബാഅ വസംഹൻ ഇദാ ഇശ്തറാ. ദുൽമ് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. അവര് വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത്. ഒരു മനുഷ്യനായി ജനിക്കുന്നതോടുകൂടെ അള്ളാഹു അനുവദിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. അൽ ഹുഖൂഖുൽ ഇൻസാനിയ്യ, ജനങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യരുടെ അവകാശങ്ങള് ഹബീബായ നബി ഞങ്ങൾ അത് അനുവദിച്ചു കൊടുത്തു. ഒരു മനുഷ്യന്റെ അഭിമാനം, ഒരാളുടെ സമ്പത്ത്, ഒരാളുടെ ശരീരം, ഇത് 3ഉം നിങ്ങൾക്ക് ഹറാമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദമുഹു വഇർളുഹു വമാലുഹു,
അറഫ ദിനത്തിൽ ഹജ്ജത്തുൽ വിദാഇന്റെ വിടവാങ്ങൽ പ്രസംഗം നബി തങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി. എല്ലാവരും ഒരേ ചീർപ്പിന്റെ പല്ല് പോലെ ഒരേ സ്ഥാനക്കാർ. അല്ലാഹുവിന്റെ മുമ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ തഖ്വയുള്ളവർ മാത്രം. എല്ലാവരും ആദം നബിയുടെ മക്കൾ. ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്ന് കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ വലാ ലി അസ്വദ അലാ അബിയദ ഇല്ലാ ബിത്തഖ്വാ. അറബി അല്ലാത്തവനേക്കാൾ സ്ഥാനമുള്ളവനല്ല. അറബി അല്ലാത്ത ഒരു യൂറോപ്യനോ അമേരിക്കനോ ഒരു കനേഡിയനോ അറബിയേക്കാൾ മീതയുമല്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വാ. നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവർക്ക് മാത്രമാണ് സ്ഥാനം. ഇത് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങൾക്കറിയുമോ മാ ബലദുകും ഹാദാ, ഈ നാടിന്റെ പേരെന്താ നിങ്ങൾക്കറിയുമോ? ഈ നാടിന്റെ പേരെന്താണെന്നറിയുമോ? വമാ യൗമുകും ഹാദാ, ഈ നാളേതാണ്, ദിവസമേതാണെന്നറിയുമോ? വമാ ശഹ്റുകും ഹാദാ, ഇത് ഏത് മാസമാണെന്നറിയുമോ? സ്വഹാബികൾക്കറിയാമായിരുന്നു അത് ഹറമാണ്, അത് ദുൽഹിജ്ജ മാസമാണ്, യൗമുൽ അറഫ, യൗമു അറഫയാണ്. എന്നാൽ നബി തങ്ങൾ അതിന് പുതിയ വല്ല പേരും നിർദ്ദേശിക്കുകയാണോ എന്ന് ആലോചിച്ചുകൊണ്ടവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനറിയാം, അവിടുത്തെ റസൂലിനറിയാം. അവിടുന്ന് പറഞ്ഞു, അലൈസ ഹാദാ യൗമുൻ നഹർ, ഇത് യൗമുൻ നഹർ അല്ലയോ? ഇബ്രാഹിം അലൈഹിസ്സലാം ബലിദാനം ചെയ്ത ദിവസമല്ലയോ ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ? അറഫ കഴിഞ്ഞ് പിറ്റേ നാളിലാണ് ഹബീബിന്റെ പ്രഖ്യാപനം. ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ? ഇത് പരിശുദ്ധമായ ഹറമല്ലയോ? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമല്ലയോ? അതേ റസൂലേ, ബലാ യാ റസൂലല്ലാഹ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം, നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ ശരീരം അല്ലാഹു നൽകുന്ന നിങ്ങളുടെ അമാനത്ത്, ആ അമാനത്തിനെ പ്രഹരിക്കുവാനോ കേടുവരുത്തുവാനോ നശിപ്പിക്കുവാനോ ഒരു മനുഷ്യനും അല്ലാഹു അധികാരം നൽകിയിട്ടില്ല. നിങ്ങളുടെ സമ്പത്തും വസല്ലം. അതുകൊണ്ട് ളുൽമു ളുലുമാതുൻ, അൽളുൽമു ളുലുമാതുൻ യൗമൽ ഖിയാമഹ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് ആ മനുഷ്യനോട് ചെയ്യുന്ന ളുൽമാണ്. ഒരാളുടെ സമ്പത്തിൽ കൈകടത്തുന്നത് അവരോട് ചെയ്യുന്ന ളുൽമാണ്. ഒരാളുടെ ദേഹത്തിന് ഉപദ്രവം ഏൽപ്പിക്കുന്നതും ളുൽമാണ്. അതൊരു പക്ഷേ കയ്യൂക്കുള്ളവന് ചെയ്യാൻ പറ്റിയേക്കും, സമ്പത്തുള്ളവനെ, ദാരിദ്ര്യമുള്ളവനെ ചൂഷണം ചെയ്യാൻ പറ്റിയേക്കും, മേൽക്കോയ്മ നടിക്കുന്നവനെ, താഴേക്കുള്ളവരെ താറടിക്കാൻ സാധിച്ചേക്കും. എന്നാൽ അറിയണേ, ഇതെല്ലാം ഖനീഭവിച്ച ഇരുട്ടിന്റെ കട്ടകളായി നാളെ മഹ്ശറയിലേക്ക് വരും. അവരെ പിടികൂടും, അള്ളാഹുവിന്റെ മുമ്പിൽ തലതാഴ്ത്തേണ്ടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ളുൽമിനെ അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനാ. ജനങ്ങളുടെ ജീവന് വിലയുണ്ട്, ജീവന് അല്ലാഹു നൽകുന്ന മൂല്യമുണ്ട്. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമാ. ഹയ്യും ഖയ്യൂമുമായ എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വഅനതിൽ വുജൂഹ്, മുഖങ്ങളെല്ലാം താഴ്ത്തി നിൽക്കേണ്ടി വരും. ഖനീഭവിച്ച ദുഃഖഭാരത്താൽ മുഖങ്ങളെല്ലാം താഴ്ത്തി നിർത്തുന്ന ഒരു നേരമുണ്ട്, സങ്കടപ്പെടുന്ന ഒരു നേരമുണ്ട്. വഖദ് ഖാബ മൻ ഹമല ളുൽമാ. ദുൽമ ചെയ്തവർ അവിടെ പരാജയപ്പെടും, അക്രമം ചെയ്തവർ പരാജയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽമുകളിൽ ഏറ്റവും വലിയ ദുൽമ് അല്ലാഹു ജല്ല ജലാലുവിനെ, അല്ലാഹുവിന്റെ
ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ അല്ലാഹുവിനെ കൂടാതെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നതോ ഇസ്ലാമിക പ്രമാണപ്രകാരം ഏറ്റവും വലിയ ദുൽമാൻ. ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ബഹുദൈവ ആരാധന ഏറ്റവും വലിയ ദുൽമാണ് എന്ന് അല്ലാഹു തആല. ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, അത് ഒരാളെ പറ്റൂ. ഒരു രാജ്യത്തിന് ഒരു കിങ്, ഒരു രാജാവ് ഒന്നേ പറ്റൂ. ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ഈ ലോജിക്കാണ് തൗഹീദ്. അല്ലാഹ് ഏകനാണ്. ഏതുകൊണ്ട് എങ്ങനെ ബോധ്യപ്പെടുന്നു? രണ്ടെണ്ണം വേണോ? വേണ്ടതുണ്ടോ? ഉണ്ടായാൽ പ്രശ്നമാകില്ലേ? എല്ലാറ്റിനും കഴിവുള്ളവനായ സർവേശ്വരനായ ഒരാളെ പറ്റൂ. അത് ഇലാഹ് ഏകനാണ്, ഒന്നാണ്, വാഹിദാണ്, അഹദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ പറയുക നബിയേ, ഹുവല്ലാഹ്, അവൻ അല്ലാഹു അഹദുൻ, ഒരേ ഒരുത്തൻ മാത്രമാണ്, രണ്ടില്ല. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വയം നിലനിൽക്കുന്നവനാണ്, ബാക്കിയെല്ലാം അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. ലം യലിദ്, അല്ലാഹുവിന് ഒരു ഉമ്മയും ജന്മം കൊടുത്തതല്ല. ലം യലിദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, ഒരു ഉമ്മക്കോ ഉപ്പക്കോ പ്രസവിക്കപ്പെട്ടവനും അല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായി അല്ലാഹുവിനോളം ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ശക്തിയും ഈ ലോകത്തില്ല തന്നെ. ഈ തൗഹീദിന് വിരുദ്ധമായ ഏതെങ്കിലും വിശ്വാസമോ ആചാരങ്ങളോ കടന്നു വരുന്നത് ഏറ്റവും വലിയ ശിർക്കാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു, അല്ലാഹു വെച്ച ഈ തൗഹീദിന്റെ ബൗണ്ടറിയെ മറികടക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ഖൽബിനുള്ളിൽ എപ്പോഴും ഊട്ടി ഉറപ്പിക്കേണ്ടതാണ് തൗഹീദ്. ഇന്നശ്ശിർക ലദുൽമുൻ അദീം. നമ്മുടെ വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ അല്ലാഹുവേതര ദൈവങ്ങളോടുള്ള കടപ്പാടുകളോ അല്ലെങ്കിൽ ആരാധനയോ വന്നു പോകുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. എന്തെങ്കിലും ഒരു വിഷയവുമായി നമ്മൾ ഇടപെടുമ്പോ ആരെങ്കിലും പറയും സിഹറുണ്ട്, ആരെങ്കിലും പറയും അവിടെ പിശാചിന്റെ ഉപദ്രവമുണ്ട് നിങ്ങൾക്ക്. അത് അറിയുന്നവനും അറിയാത്തവരുമുണ്ട് ഈ വിഷയത്തിലൊക്കെ. അല്ലെങ്കിൽ പറയും സർപ്പത്തിന്റെ ശാപമുണ്ട്, എന്നിട്ട് ആ ശാപം പോകണമെങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് കൊണ്ടുപോയി നേർച്ച ചെയ്യണം. അതോ ശറഅ് അംഗീകരിക്കുക, അള്ളാഹുവിന്റെ ഇബാദത്തിനോട് ഘടകവിരുദ്ധമായ ആരാധന നടക്കുന്ന ഒരിടത്തേക്ക് പോകാൻ വേണ്ടി പറയും. പോകാൻ പറയുന്നവർ എത്ര വലിയ ശൈത്താന്മാരാണ്! അവരിനി എന്തൊക്കെ തലപ്പാവ് കെട്ടിയാലും ഷിർക്കിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് പൈശാചികമാണ്. ഒരു മുസ്ലിമിനത് പാടില്ല. എല്ലാ മതവിശ്വാസികളോടും ബഹുമാനമുള്ളവരാ മുസ്ലിമീങ്ങൾ, എല്ലാ മതവിശ്വാസികളോടും. നമ്മുടെ നാടിലൂടെ സ്വാമിമാര് പോകുന്നുണ്ട്, അയ്യപ്പ ഭക്തന്മാർ. നിങ്ങൾ അവർക്ക് ചോറ് കൊടുത്തോളൂ, ഭക്ഷണം കൊടുത്തോളൂ, അന്നം കൊടുത്തോളൂ, സഹായം ചെയ്തോളൂ, അവർക്ക് ടോയ്ലറ്റ് പോവാൻ സൗകര്യം ചെയ്തു കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. വ്യക്തികളെയാണ് നമ്മൾ സഹായിക്കുന്നത്. ആരാധനയെ സഹായിക്കാൻ ദീനിൽ പാടുള്ളതല്ല. ആരാധനയെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ ചെല്ലുകയും അള്ളാഹുവേതര ദൈവങ്ങളെ ആരാധിക്കപ്പെടുന്നിടത്തേക്ക് നേർച്ച ചെയ്യണമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ പറത്തിയിട്ടിട്ട് പോവുക, എന്നിട്ട് അവിടെ സുജൂദും ചെയ്യുക. അവിടെ പറയുന്ന കർമ്മങ്ങൾ ചെയ്യിക്കുമ്പോൾ അവർ ചെയ്യും. ഏതായി കർമ്മം? അള്ളാന്റെ മസ്ജിദാണോ ഇത്? അല്ല. അള്ളാഹു എന്ന പേര് പോലും വിളിക്കപ്പെടാത്ത സ്ഥലങ്ങൾ. അവിടെ ചെന്ന് അവരുടെ ആരാധനകളുടെ ഭാഗമായി നേർച്ചയും പൈസയും കൊടുത്ത് ക്യാമ്പ് ചെയ്ത് 2-3 ദിവസം നിന്ന് എന്തിനെന്നറിയോ? സർപ്പത്തിന്റെ ശാപം പോകാൻ, അത്ര പിശാചിന്റെ ശാപം പോകാൻ. ആ പോകുമ്പോഴേക്കും മുശ്രിക്കത്തായിട്ടല്ലേ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടല്ലേ തിരിച്ചു? മുർത്തദല്ലേ? ഇസ്ലാം എന്ന് പുറത്തു പോവില്ലേ? മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ
ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈരേഖ നോക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയാൽ, ഹദീസ് സ്വഹീഹാൻ, നമ്മുടെ ആലിമീങ്ങൾ ഹദീസ് എടുത്ത് ചർച്ച ചെയ്തു. ഒരു കൈരേഖ നോക്കുന്ന ഒരാൾ പറയും, വര കണ്ടിട്ട് ഞാൻ പറയാം എത്ര ആയുസുണ്ട്, ഈ രേഖ നോക്കിയിട്ട് ഞാൻ പറയാം, ഭാവി പറയാം, ഭൂതം പറയാം എന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയി പൈസ കൊടുത്തു, എന്റെ കൈ ഒന്ന് നോക്കിക്കേ, വെറുതെ ഒന്ന് നോക്കിപ്പിച്ചു. അല്ലെങ്കിൽ രാശി നോക്കിയിട്ട് നിങ്ങളുടെ ഭാവിയും ഭൂതവും പ്രവചിക്കുന്ന പറയുന്ന ആളുകള് അവരെ നിങ്ങൾ സമീപിക്കുകയും അയാള് പറയുന്നതാണ് സംഭവിക്കുന്നത്, ഇയാള് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, ഹബീബായ നബിക്ക് അല്ലാഹു ഇറക്കിയ, എനിക്ക് അല്ലാഹു ഇറക്കി തന്ന തൗഹീദിന്റെ ഈ ഇസ്ലാമിൽ നിന്ന് അവർ കാഫിറായിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൻ. അൽ ഖാദിറുൽ മുഖ്തദിർ, ഖളാഉം ഖദറും എന്ന് പറഞ്ഞത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ. ഈമാൻ കാര്യത്തിലെ അവസാനത്തെ റുക്ൻ എന്താണ്? അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ആകാശത്തെവിടെയോ കിടക്കുന്ന ഒരു നക്ഷത്രവും നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നില്ല. നിങ്ങളുടെ കൈരേഖയോ നിങ്ങളുടെ രാശിയോ ഒന്നുമേ നിങ്ങളുടെ ഖദറും ഖളാഉം നിശ്ചയിക്കുന്നതല്ല. ആരാ നിശ്ചയിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. ഇത് വിശ്വസിച്ചാലല്ലേ മുഅ്മിനാവുള്ളൂ, ഇത് വിശ്വസിച്ചാലല്ലേ ഈമാൻ കാര്യം പൂർത്തിയാവുള്ളൂ. അതിന് വിരുദ്ധമല്ലേ ഇത്? ഹോറോസ്കോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ആസ്ട്രോളജി എന്ന് പറയും. രാശി നോക്കുക ഹറാമാണ്, പഠിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. സിഹർ പോലെ ഗുരുതരമായ തെറ്റാണത്, അതിലേറെ വലുതാണത്. ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി നടക്കുക ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ. എല്ലാ മതവിശ്വാസികളും അവരവരുടെ മതം ഏറ്റവും നല്ല മതമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു പൗരന് നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്, അർഹതയുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഒരു മുസ്ലിം അവരുടെ ഇസ്ലാമിന്റെ വിശ്വാസം മനസ്സിലാക്കണം. മുസ്ലിമിന് ഇസ്ലാം ബോധ്യപ്പെടണം, ഹൈന്ദവ സഹോദരന് ഹൈന്ദവത ബോധ്യപ്പെടണം, ക്രിസ്ത്യാനിസം പഠിക്കണം, ജൂതമതം പഠിക്കണം. അവരവരുടെ ആശയങ്ങളിൽ അവർ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ഷിർക്കിന്റെ ഇബാദത്തുകളിലേക്ക് 80% വരുന്ന ഓഡിയൻസിൽ 80% മുസ്ലിം നാമധാരികളായ ആളുകളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്ര ദുഃഖകരമാണ്. ഇത്രയും വലിയ ഇൽമും ദീനും മദ്രസയും വാലും നടക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായ പെണ്ണുങ്ങൾ പർദ്ദയും ധരിച്ചിട്ട് സിഹിർ പോക്കാനെന്നും പറഞ്ഞിട്ട് മറ്റു ആരാധനാലയങ്ങളിലേക്ക് കയറി ചെന്ന് ചുറ്റുകയും കറങ്ങുകയും തവാഫ് ചെയ്യുകയും സുജൂദ് ചെയ്യുകയും നേർച്ചയാക്കുകയും ചെയ്തിട്ട് കടന്നു വരുന്ന വരവ് ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞോളൂ. ഇതുവരെ അറിയാതെ ചെയ്തതാണെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. ഖുർആൻ കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒരു പിശാചും ലോകത്തില്ല. ഖുർആൻ ഓതിയിട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരു പിശാചും അള്ളാന്റെ ഭൂമിയിലില്ല. ബാങ്ക് കേട്ടാൽ ഓടുന്ന ആളാ ശൈത്താൻ. പക്ഷേ അത് ഓതേണ്ട ആളുകളുടെ നാവിലൂടെ ഓതണമെന്ന് മാത്രം. ഏതെങ്കിലും ബോർഡും വെച്ചിട്ടേ ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയുന്ന ആളുകൾ, അവർ ഈമാനുണ്ടോ, അവർക്ക് ഇൽമുണ്ടോ? ഇതൊരു ഇൽമിന്റെ വിഷയമാണ്. ഇൽമില്ലാതെ കണ്ട പുസ്തകം വായിച്ചിട്ടെങ്ങാനും അസ്മാവും തൊൽസമാത്തും പറഞ്ഞിരുന്നാൽ അവർ ചെയ്യുന്ന പണി സിഹറിന്റെ പണിയാണെന്ന് പോലും അവർക്കറിയില്ല. സിഹറിന്റെ പണിയായിരിക്കും ഈ കള്ളിക്കൂട എഴുതുന്നത്. അതിൽ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. അറിയണമെങ്കിൽ ഇൽമ് വേണം, അറിവ് വേണം. ശരീഅത്തിന്റെ ഇൽമ് പഠിക്കാത്ത ആളുകൾ ഇതിൽ ഇരിക്കാൻ തുനിഞ്ഞാൽ ആളുകളുടെ ഈമാനല്ലേ നഷ്ടമായി പോകുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമാൻ ഇതുപോലെയുള്ള ശിർക്കുകൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഖുർആന്റെ ആളുകളാവണ്ടേ? നമ്മൾ അള്ളാന്റെ ആളുകളിൽ റജബ് മാസമല്ലേ ഇത്? ശഅബാനും റമദാനും ആർക്കുള്ളതാ? അള്ളാന്റെ ഇബാദത്തിന് വേണ്ടി റബ്ബ് മാറ്റിവെച്ച സമയല്ലേ? അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങണ്ടേ? നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണ്ടേ? നമുക്കിവിടെ തൊട്ടടുത്തുള്ള മഹാനായ കുമ്പോൽ സാദാത്യങ്ങൾ ഇവിടെ ഉണ്ട്. ഉസ്താദുമാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർ കൂടിയാണ് മഹാനായ ബംബ്രാൻ ഉസ്താദ് അവர்கள். ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? അവരോടൊക്കെ വന്നൊന്ന് മന്ത്രിച്ചൂതിയാൽ
മഹാനായ കുഞ്ഞിക്കോയ തങ്ങളുടെ അടുത്താണ്. അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ കുടുംബത്തിലെ സാദാത്യങ്ങൾ, പാണക്കാട് കുടുംബം, മറ്റു സാദാത്യങ്ങൾ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഈ തൊട്ടടുത്ത ആരിക്കാടിയിലെ നമ്മുടെ കുമ്പോൽ സാദാത്യങ്ങളുടെ മുറ്റത്ത് ചെന്ന്, ഒന്നില്ലെങ്കിൽ അവിടുത്തെ മഹാനോടെ ഉപ്പയുടെ മഖാം അവിടെ അല്ലേ, ഒന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത്, തങ്ങളെ കണ്ടില്ല എന്ന് വിചാരിക്കാം, അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത് പോരാൻ പറയും. തങ്ങളെ കണ്ടു, ഒന്ന് ദുആ ചെയ്യണേ തങ്ങളെ, ഇതിന്റെ പ്രയാസങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളും അള്ളാഹുവിന്റെ മുഖറബീങ്ങളുമായ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവില്ലേ? അവരെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു തരൂലേ? അതിന് പകരം പച്ചയായി ശിർക്ക് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുക. ആരെന്ത് പറഞ്ഞാലും ഓക്കെ, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ പോവാ. ഈ പറഞ്ഞയക്കുന്നതോ യാ അല്ലാഹ്, എത്ര ഗുരുതരമായ തെറ്റ്! അല്ലാഹു ചാല ബോധം നൽകട്ടെ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഖനീഭവിച്ച ഇരുട്ടുകളാണ് ദുൽമ് എന്ന് പറയുമ്പോൾ, ദുൽമുകളിൽ ഏറ്റവും വലിയ ദുൽമ് അല്ലാഹുവിന്റെ അധികാരത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്, അല്ലാഹുവിന്റെ കഴിവിനെ വിശ്വസിക്കാതിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബെഡിൽ കിടന്നുപോയ പിശാചുബാധയേറ്റ ഒരു മനുഷ്യനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചൂതി കൊടുത്തപ്പോ ആ മനുഷ്യൻ എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, മദീന പള്ളിയിലേക്ക് നടന്നു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം വേറെ ആളുകളൊക്കെ വന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും രോഗിയായി. ഫാറൂഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം അന്നേരം അവിടുത്തെ ആളുകൾ വന്ന് മന്ത്രിച്ചൂതി കൊടുത്തിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞു, തിൽക്കൽ ഫാത്തിഹ, ഉമർ എന്നവർ ഓതിയിരുന്ന ആ ഒരു ഫാത്തിഹയുടെ മഹത്വമേ. അന്നത്തെ കാലത്തുള്ള ആളുകൾ നമ്മളെക്കാളും എത്രയോ വലിയവർ തന്നെയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അവരിൽപ്പെട്ട VIP ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹു ഇങ്ങനൊരു പണി ചെയ്യിച്ചത്. എന്തുകൊണ്ട്? സജ്ജനങ്ങളായ മനുഷ്യരുടെ നാവിൽ നിന്നും വരുന്ന ഫാത്തിഹയ്ക്ക് ഫലമുണ്ട്, അവരോതുന്ന ദുആഇന് പ്രതിഫലമുണ്ട്, അവരോതുന്ന അദ്കാറുകൾക്ക് അഥറുണ്ടായിരിക്കും. അതുകൊണ്ട് പൈശാചിക ബാധയോ സിഹർ ബാധയോ കണ്ണേറോ എന്തോ ആകട്ടെ, ശരീഅത്തിന്റെ അള്ളാഹു അംഗീകരിച്ച വിശുദ്ധ ഖുർആനും ഹദീസുകളുടെയും ഔറാദുകളുടെയും ദിക്റുകളുടെയും ഫലത്താൽ ഉപകാരപ്പെടാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടും ഈ ലോകത്തില്ല. എല്ലാറ്റിനും പരിഹാരം അല്ലാഹുവിന്റെ കലാമിലുണ്ട്. അതറിയുന്ന ആളുകളെ തേടി പിടിക്കണമെന്ന് മാത്രം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. പുണ്യനബിയെ പറഞ്ഞു കൊടുക്കണേ ജനങ്ങൾക്ക്. വനുനസ്സിലു മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇറക്കി തരുന്നുണ്ട്. മാ ഹുവ ശിഫാഉ വറഹ്മ, മുഅ്മിനീങ്ങൾക്ക് ശിഫയും അവർക്ക് റഹ്മത്തും ഈ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ കലാമല്ലേ പറയുന്നത്. ജനങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട് ഇതില്, ശരീരത്തിന് ശിഫയുണ്ട്, മനസ്സിന് ശിഫയുണ്ട്, ഖൽബിന് ശിഫയുണ്ട്. വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട് ഇവിടെ വിശുദ്ധ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഖുർആനിൽ ശിഫയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടനെ പറയുന്ന ളാലിമീങ്ങൾ അവരാരാണ്? അക്രമികൾ, വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാതിരിക്കുന്നവര്, വിശുദ്ധ ഖുർആനിന്റെ ശിഫയെ ബോധിക്കാതിരിക്കുന്നവര്. ഇല്ലാ ഖസാറാ, അവർക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. സമ്പത്തിന് നഷ്ടം, ആരോഗ്യം നഷ്ടം, സമയം നഷ്ടം, ഈമാൻ നഷ്ടം. ഈ നഷ്ടമല്ലാതെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് അവർക്കാണ് ലാഭം. അത് അംഗീകരിക്കാത്ത
ളാലിമീങ്ങൾക്ക് നഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു ചികിത്സയുടെ പേരിലും ഒരാത്മീയ ചികിത്സയുടെ പേരിലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് പോകരുത്. പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പേടിക്കുന്നവരാണ്, നിങ്ങൾ പെട്ടെന്ന് കരയുന്നവരാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടാതെ വരും. ഓടാൻ പറഞ്ഞാൽ ഓടും, അങ്ങോട്ട് പോയിക്കൊന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു, ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിയില്ലാതെ ചെയ്തു പോകരുത്. ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദുൽമുകളിൽ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ഏറ്റവും വലിയ ദുൽമുകളിൽപ്പെട്ട മറ്റൊന്ന് അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി പണി കഴിക്കപ്പെട്ട മസ്ജിദുകൾ. മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ എത്രയോ മസ്ജിദുകൾ, മനോഹരമായ മുനാരങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളായി നമ്മുടെ നാടുകളിൽ വളരെ പ്രശോഭിച്ചു നിൽക്കുന്നുണ്ട്. എത്ര മനോഹരമായ മസ്ജിദുകൾ. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. മനോഹരമായ പള്ളികൾ, പക്ഷേ ഇബാദത്തിന് ആളുകളില്ലാതെ വരുന്നത്, ആളുകൾ കുറഞ്ഞു പോകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് എന്ന് നബി ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്താതിരിക്കട്ടെ. നമ്മുടെ മസ്ജിദുകളെ സജീവമാക്കണം ഇബാദത്ത് കൊണ്ട്. വമൻ അദ്ലമു, മസ്ജിദുകളുമായി ബന്ധപ്പെട്ട അല്ലാഹു ഒരു ദുൽമ പറയുന്നുണ്ട്. മനുഷ്യന് സംഭവിച്ചു പോകുന്നത്, സംഘടനാ സങ്കുചിത്വം കൊണ്ട് സംഭവിച്ചു പോകുന്നത്, രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങളെ കൊണ്ട് വന്നു പോകുന്നത്, വ്യക്തിപരമായ വൈരാഗ്യങ്ങളെ കൊണ്ട് വന്നു പോകുന്നത്, പള്ളി കമ്മിറ്റികളുടെ മഹല്ല് സംവിധാനങ്ങളുടെ അതിന്റെ വക്താക്കളുടെ ഇടപെടലുകളെ കൊണ്ട് സംഭവിച്ചു പോകുന്നത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. മസ്ജിദുകളെ സംബന്ധിച്ചറിയണം, ആര് ഉണ്ടാക്കിയാലും അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന മസ്ജിദുകൾ, അതിന്റെ അധികാരം, മിൽക്ക്, ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പള്ളി ഉണ്ടാക്കിയത് ഏതോ കമ്മിറ്റിക്കാരാകാം, സംഘടനകളാകാം. പള്ളി വഖഫായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ മിൽക്കിയത്ത്, അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നറിയോ? അല്ലാഹു ജല്ല ജലാലുവിൻ്റെതാണത്. നടത്തിപ്പാണ് കമ്മിറ്റിക്കാരെന്ന് പറയുന്നത് അതിന്റെ നടത്തിപ്പുകാരാണ്. അതിന്റെ ഉടമസ്ഥാവകാശം, പള്ളിയുടെ അധികാരം എന്റേത് എന്ന് പറയാൻ ഒരാൾക്കും പാടില്ലാത്തതാണ്. ആ പള്ളിയുടെ ഉടമസ്ഥാവകാശം അല്ലാഹുവിന് ആണ്, റബ്ബ് തആലക്ക് വേണ്ടി മാത്രമാണ്. അല്ലാഹുവാണ് അതിന്റെ മാലിക്. ഇന്നൽ മസാജിദ ലില്ലാഹ് വ അന്നൽ മസാജിദ ലില്ലാഹ്. അല്ലാഹുവിനുള്ളതാണ് മസ്ജിദ്, അല്ലാഹുവിനുള്ളതാണ് മസ്ജിദ്. അതുകൊണ്ട് ഏതെങ്കിലും വൈരാഗ്യത്തിന്റെയോ സംഘടനാ സങ്കുചിതത്വത്തിന്റെയോ പേരിൽ ഒരു ജുമുഅക്കോ ഒരു ജമാഅത്തിനോ ഒരു പെരുന്നാളിനോ റമളാനിനോ എപ്പോഴോ ആകട്ടെ മസ്ജിദുകളുടെ മുറ്റത്ത് കലഹങ്ങൾ ഉണ്ടാകുന്നത് അപകടമാണ്. പിശാച് നമ്മുടെ അമലുകളെ മുഴുവൻ ചോർത്തിയെടുക്കാൻ അവൻ ചെയ്യുന്ന പണിയാണത്. അതുവരെ നമ്മൾ പള്ളിക്ക് വേണ്ടി ബക്കറ്റ് വെച്ച് നടന്ന് പിരിച്ചെടുത്തതും, അതുവരെ പള്ളിക്ക് വേണ്ടി ത്യാഗം ചെയ്തതും, മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ച വിയർപ്പുതുള്ളികളും നാണയത്തുട്ടുകളും എല്ലാം ഒരു നേരത്തെ കലഹം കൊണ്ട്, കലാപം കൊണ്ട്, അല്ലെങ്കിൽ കശപിശ കൊണ്ട് മിമ്പറിൽ കയറിയ ഖുതുബ നിർവഹിക്കാൻ പോകുന്ന ഖതീബുമാരെ പിടിച്ച് താഴെയിടുന്നതും, നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന ഇമാമുമാർക്ക് നേരെ ഉന്തും തള്ളുമുണ്ടാകുന്ന വിധമൊക്കെ വളരെ ദൗർഭാഗ്യകരമായ വിഷയങ്ങൾ ചില നാടുകളിലെങ്കിലും ചുരുങ്ങിയതാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആയത്തിന്റെ പരിധിയിൽ വരും. വമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി?
മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു. അല്ലാഹുവിന്റെ മസ്ജിദിൽ അവന്റെ നാമം ഉച്ചരിക്കാൻ സമ്മതിക്കാത്തവരെക്കാളും ഏറ്റവും വലിയ ദുൽമ് ചെയ്യുന്നവനാരാണ്? ഈ ഉമ്മത്തിന്റെ മസ്ജിദുകൾക്ക് മേൽ കൈവെക്കുന്ന ഏതൊക്കെയോ മറ്റു മതവിശ്വാസികളുടെ പേരിൽ അവർ മതമില്ലാത്തവരാണെന്നാണ് ഞാൻ പറയാ. മതമില്ലാത്തവരാണവർ. ഹൈന്ദവ മതത്തിന്റെ പേരിലൊക്കെ അവർ വെച്ച് കിട്ടുന്നത് ആ മതത്തെ വെറുതെ നാണം കെടുത്താനാണ്. ഒരു പക്ഷേ ആ മതവിശ്വാസത്തിന്റെ ഒരു പ്രമാണവും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ വെറും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടുകളിലെ മസ്ജിദുകളെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ദുൽമിന്റെ വശത്തേക്കല്ല ഞാൻ പോകുന്നത്. അത് ഗുരുതരമായതും അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ പേടിച്ചുകൊണ്ടേ അവർക്ക് കാലെടുത്ത് വെക്കാൻ പാടുള്ളൂ. ലഹും ഫിദ്ദുന്യാ ഖിസ്യുൻ, ഈ ലോകത്ത് നിന്ദ്യതയും നിസ്സാരതയും അവരനുഭവിക്കേണ്ടി വരും. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. പരിശുദ്ധമായ ബാബരി മസ്ജിദ് അടക്കമുള്ള ഏതെല്ലാം മസ്ജിദുകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ വിഷയത്തിൽ കിടക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം വഴിമാറുകയാണ്. അത് അവരായി, അവരുടെ ആഖിറമായി. മുഅ്മിനീങ്ങളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ കൈകളിലും നമ്മുടെ അധികാരത്തിലും നമ്മുടെ പരിരക്ഷയിലും വരുന്ന വിഷയങ്ങളിൽ പോലും നിസ്സാരമായ കമ്മിറ്റി ആരാവണം എന്നൊരു വിഷയത്തിൽ, ആര് ഭരിക്കണം എന്ന വിഷയത്തിൽ എന്തൊക്കെ തർക്കങ്ങളുണ്ടെങ്കിലും മസ്ജിദിന്റെ അകത്ത് ഒരു നിലക്കും ഒരു കശപിശയോ അപശബ്ദങ്ങളോ വരാൻ പാടുള്ളതല്ല. അതൊക്കെ നിസ്കാരം കഴിഞ്ഞ് ചർച്ച ചെയ്തോളൂ, ഖുതുബ കഴിഞ്ഞ് ചർച്ച ചെയ്തോളൂ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. അള്ളാഹുവിന്റെ മസ്ജിദ് ശണ്ട കൂടാനുള്ളതല്ല. അള്ളാഹുവിന്റെ മസ്ജിദ് ശകാരിക്കുവാനോ തെറി വിളിക്കുവാനോ ആളുകളെ പ്രഹരിക്കുവാനോ അടിപിടി കൂടാനോ ഉള്ള സ്ഥലമല്ല. ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന പണിയായിരിക്കും അത്. ഒരു നേരത്തെ ദേഷ്യം, ഒരു നേരത്തെ വൈരാഗ്യം, ഒരു നേരത്തെ ആവേശം കൊണ്ട് നമ്മുടെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിലും വലിയ പരാജിതർ പിന്നെ ആരാണ്? ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ് ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ. പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്ന ഒരു വലിയൊരു ചിന്തയാണത്. സൂറത്തുൻ നിസാ. അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി, അല്ലാഹുവിനെ അനുസരിക്കാനും അല്ലാഹുവിനെ ബോധിക്കാനും വേണ്ടി നിയുക്തരായ ആളുകളാണ് നമ്മൾ. ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം നാളെ അല്ലാഹുവിനെ കണ്ടെത്താനുള്ള യാത്രക്ക് പാഥേയം ഒരുക്കലാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം നാളെ റബ്ബിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന മോഹമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ഹബീബായ നബി തങ്ങളുടെ ഒരു കൈപിടിക്കണം, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കണം, അവിടുത്തെ സുംറത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ കൂടെ നിൽക്കണം. അല്ലാഹുവേ എല്ലാം സാധിപ്പിച്ചു തരണേ തമ്പുരാനേ. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ നിലനിൽക്കുന്ന പഞ്ചായത്തിലോ നമ്മുടെ ജില്ലയിലോ നമ്മുടെ വാർഡിലോ നമ്മുടെ മഹല്ലത്തിലോ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കാത്ത വിധമുള്ള ഏതെങ്കിലും വർഗീയമായ വിഷയങ്ങളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇബാദത്തിന് തടസ്സം വരാതെ തൊട്ടടുത്ത ഒരു മഹല്ലിലേക്കോ നാടിലേക്കോ ജില്ലയിലേക്കോ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ നാട് വിട്ടുകൊണ്ടെങ്കിലും നിങ്ങളുടെ ദീന് സംരക്ഷിക്കാൻ കഴിയുന്നൊരു ചുറ്റുപാട് ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്ന് മലക്കുകൾ ചോദിക്കുന്നൊരു രംഗമാണിത്. ശുദ്ധ ഖുർആൻ നോക്കൂ, സൂറത്തുൻ നിസാ 97-ാമത്തെ ആയത്താണിത്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം. സ്വന്തത്തോട് ദുൽമ ചെയ്തവർ. ദുൽമ, അതാണ് നമ്മുടെ ചർച്ചയുടെ ആകത്തുക. സ്വന്തത്തോട് ദുൽമ ചെയ്ത ആളുകളെ അല്ലാഹുവിന്റെ മലക്കുകൾ റൂഹ് പിടിക്കുമ്പോൾ
അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ റൂഹ് പിടിക്കുമ്പോൾ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാൽ എന്താ അല്ലേ? പാട്ടപ്പിരിവൊന്നുമില്ല, നമുക്ക് പിരിവൊന്നുമില്ല, ഉണ്ടോ? صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുറക്കെ ചൊല്ലിക്കോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ ഈ പറയുന്ന ആയത്തിന്റെ വിവക്ഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് മനുഷ്യന്മാർ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു കാലമാണിത്. കഴിഞ്ഞൊരു വർഷം ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ചെയ്ത് ഇന്ത്യക്കാരാണെന്നാ പറയാം. ഏറ്റവും കൂടുതൽ UK-യിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേഷൻ ചെയ്ത് കയറിപ്പോയത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. ഒരുപാട് ആളുകൾ കയറിപ്പോയി, എന്നൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ ചെന്നുപെടുന്ന ഒരു നാട്, ആ നാട്ടിൽ ദീനിന്റെ ഷിആർ ഇല്ലാതിരിക്കുകയും ചിലപ്പോൾ ബാങ്ക് വിളി പോലും കേൾക്കില്ല. എത്രയോ പള്ളികളുണ്ടാവും, പള്ളി കാണൂല, ഒരു വാങ്കും പുറത്ത് കേൾക്കൂല. അങ്ങനത്തെ നാടുകളുണ്ട്. ചില ആളുകൾക്ക് ആ ഒരു അടയാളങ്ങൾ കാണാതിരുന്നാൽ നിസ്കാരം മറന്നു പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ UK-യിലൊക്കെ ലണ്ടൻ സിറ്റിയിൽ ഒരുപാട് പള്ളികളുണ്ട്, പക്ഷെ ഒരൊറ്റ പള്ളിക്ക് മുനാരം കാണൂല, അപൂർവം പള്ളികൾക്ക് കാണും. ടൗണിലൊക്കെ പള്ളികളുണ്ട്. ഖത്തർ ഗവൺമെന്റിന്റെയും UAE-യുടെയും സൗദിയുടെയും ഒക്കെ കോൺസുലേറ്റുകളൊക്കെ നടത്തുന്ന എത്രയോ മസ്ജിദുകൾ ഓരോ ബിൽഡിങ്ങിലും കാണും, ബേസ്മെന്റിലും മെസനിൻ ഫ്ലോറിലൊക്കെ. പക്ഷേ അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴേ ഇവിടെ പള്ളിയുണ്ടെന്ന് കാണുള്ളൂ. അതിന് ഒരു ബാങ്കോ ഒരു വർത്തമാനോ ഒന്നും പുറത്തേക്ക് കേൾക്കൂല. ഉള്ളിൽ ചെന്ന് നോക്കിയാൽ നിറയെ ആളുകളുണ്ടാവും, മാഷാ അല്ലാഹ്. പക്ഷേ നമുക്ക് പള്ളികൾ മിനാരങ്ങൾ കാണൂല. ജുമുഅ നടക്കുമ്പോൾ സമയം നോക്കണം, അങ്ങനെ ചെന്നാലേ ജുമുഅ കിട്ടുള്ളൂ. പുറത്തേക്കൊന്നും ഒരടയാളവും കാണൂല. നല്ല ബാങ്ക് വിളിക്കുന്ന മസ്ജിദുകളുണ്ട് അവിടെ. വലിയൊരു ഈസ്റ്റ് ലണ്ടനിലെ ഒരു വലിയ മസ്ജിദുണ്ട്, അത് ബംഗ്ലാദേശുകാരാ. നമ്മൾ ബംഗാളി എന്ന് പറയില്ലേ, അവിടെ ഒരു വില കാണണമെങ്കിൽ അവിടെ ഈസ്റ്റ് ലണ്ടനിൽ പോകണം. എന്താ സെറ്റപ്പ്! നല്ല വിദ്യാഭ്യാസമുള്ള ബംഗാളികൾ, നല്ല വിദ്യാഭ്യാസവും സമ്പത്തും. ഹറം ചെന്ന പോലെ മക്കയിലൊക്കെ പള്ളിയിൽ ഇമാമൊക്കെ ഓതുന്ന പോലെ തറാവീഹൊക്കെ കാണണം. റോഡൊക്കെ നിറഞ്ഞ് കവിഞ്ഞ്. ആ മസ്ജിദ് ഒരിക്കൽ നിസ്കരിക്കാൻ പോയി, പിന്നെ അവർ പറഞ്ഞ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, തൊട്ട് ബാക്കിൽ ഒരു ചർച്ചുണ്ട്, ആ ചർച്ച നമുക്ക് വാങ്ങിക്കണം, ഫണ്ട് വേണമെന്ന്. പിറ്റത്തെ കൊല്ലം നോക്കുമ്പോൾ ഒരു വാങ്ങിച്ചിട്ടുണ്ട് ആ ചർച്ച്. അത്രയും നല്ല ഫണ്ടുണ്ട്. വളരെ കയറി ചെല്ലുന്ന മുഴുവൻ ആളുകൾക്കും ലീഫ്ലെറ്റുകളും സൗകര്യങ്ങളും സക്കാത്തിന്റെ വിഷയങ്ങൾ, ഫത്വ കൗൺസിലിംഗ് ചെയ്യാൻ, ഇമാമിനോട് സംസാരിക്കാൻ, ഫത്വ ചോദിക്കാൻ ഒക്കെ കൗണ്ടറുകൾ. എന്തൊരു മനോഹരമായ സംവിധാനം! ഒക്കെ നടത്തുന്നത് ബംഗ്ലാദേശുകാരാണ്, അവിടുത്തെ ബിസിനസ്സുകാർ. മാഷാ അല്ലാഹ്. ഞാൻ പറയുന്നത്, മൈഗ്രേറ്റ് ചെയ്ത് ഇസ്ലാമിന്റെ അടയാളങ്ങളോ നിസ്കാരത്തിന്റെയോ ഇബാദത്തിന്റെയോ സൗകര്യങ്ങളോ ഒന്നും കാണാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. സാധാരണ ഒരു ബോട്ടിൽ വെള്ളം, അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ വൈന് വിൽക്കൽ നിർബന്ധം. വൈന് വിറ്റില്ലെങ്കിൽ ലൈസൻസ് കിട്ടൂല, കള്ള് വിൽക്കണം. വൈനാണെങ്കിലോ പച്ചവെള്ളത്തേക്കാൾ വില കുറവാണ്. നോക്കണം, വല്ലാത്ത ഫിത്തന നോക്കണം. സാധാരണ മിനറൽ വാട്ടറിന് 2 പൗണ്ടാണെങ്കിൽ, ഉദാഹരണം പറയാം, അതിന് 1.5 ഉണ്ടാവുള്ളൂ, അരപ്പൗണ്ട് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്മാര് ഈമാൻ കുറഞ്ഞവർ എന്തിനാ പിന്നെ അരപ്പൗണ്ട് ഏറെ കൊടുക്കും, പൗണ്ട് നാട്ടിലേക്ക് കൂട്ടി എത്ര പൈസയായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വാങ്ങിച്ചു പോകും. സുലഭമാണ് മനുഷ്യന്റെ പേഴ്സണൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ആർക്കും എങ്ങനെയും നടക്കാൻ പറ്റുന്ന ഒരു ലോകം. അങ്ങനെ ളാലിമീ അൻഫുസിഹിം,
നിസ്കരിക്കാതെയും ഇസ്ലാമിന്റെ ഷിആറുകൾ കാത്തു സൂക്ഷിക്കാതെയും പെൺകുട്ടികൾ ഹിജാബുകൾ വലിച്ചൂരിയും നടക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുമ്പോൾ, ജോർജിയയിലേക്കും മറ്റൊക്കെ മെഡിക്കലിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നുണ്ട് അല്ലേ, അർമീനിയയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് പോയിട്ട് പറയാ, മെഡിക്കൽ സയൻസിന് അവിടെ ഫീസ് കുറവാണെന്നത് ശരി തന്നെയാണ്, പക്ഷെ അവിടുത്തെ ഹോസ്റ്റൽ ബോയ്സും ഗേൾസും ഒരുമിച്ചാണ്, ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളത് കാണില്ല, ആരും അവിടെ വന്ന് നോക്കുന്നില്ല. ഏജൻസികൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഇത്ര ലക്ഷമേ ഉള്ളൂ, ഓ നാട്ടിലേത് കൂട്ടി നോക്കുമ്പോൾ ഇവിടെ 1.5 കോടി കുറവാണല്ലോ, അല്ലെങ്കിൽ 3/4 കോടി കുറവാണല്ലോ, 1/2 കോടി കുറവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞയക്കുന്നത്. പക്ഷേ അവരുടെ ഹോസ്റ്റൽ സംവിധാനങ്ങളും അവിടുത്തെ സംസ്കാരവും മനുഷ്യന് ഒരുതരം ഫ്രീഡം നൽകുമ്പോൾ ഇടുങ്ങിയൊരു ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നവർ ആ ഫ്രീഡത്തിലേക്ക് അങ്ങോട്ട് എടുത്തു ചാടും. പിന്നെ അവർ കോലം മാറും. നാട്ടിലേക്കൊക്കെ വന്നവർ പക്ഷേ ലാൻഡ് ചെയ്തിട്ടായിരിക്കും കുപ്പായൊക്കെ മാറ്റുന്നത്, നല്ല വൃത്തിയുള്ള വസ്ത്രവും നിഖാബും ഹിജാബും ഒക്കെ ഇടുന്നത്. അതുവരെ അവരെന്തായിരുന്നു എന്ന്